ചിലർക്ക് ഫാറ്റ് വളരെ പെട്ടെന്ന് കുറയും, ചിലർക്ക് എത്ര ശ്രമിച്ചാലും ഫാറ്റ് കുറയില്ല. എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള, ഫാറ്റ് ലോസ് ചെയ്യാനുള്ള കറക്റ്റ് വഴി അവർക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ഈ വീഡിയോ ഫാറ്റ് ലോസിനുള്ള കറക്റ്റ് വഴി എന്താന്ന് പറഞ്ഞു തരാം. അതുപോലെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീക്ക് 1 ഫാറ്റ് ലോസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് അത് കണ്ടിട്ട് കുറെ കമന്റ്സുകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പറ്റുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതാണ് കൂടുതൽ നല്ലത്. സ്റ്റാർട്ടിംഗ് വീഡിയോ എന്നുള്ളത് ഒരു കീ വെച്ചിട്ട് നമ്മൾ കാർ സ്റ്റാർട്ട് ആക്കാറില്ലേ, അങ്ങനെ സ്റ്റാർട്ട് ആക്കിയാണ്. ഇനി നമുക്കതൊന്ന് സ്പീഡ് കൂട്ടണം. വണ്ടി എവിടെയും നിന്ന് പോവാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പോകണം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 5 മാജിക് റൂളുകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ റൂൾ എന്നുള്ളത് ബോറിംഗ് അല്ലേ. ബോറടിക്കുക എന്നുള്ളത് വെയിറ്റ് ലോസ് ചെയ്തവർക്കറിയാം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ശ്രമിച്ചവർക്കറിയാം. നമുക്ക് മടുപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നും മുട്ടയും സാലഡും കഴിച്ചാൽ നമുക്ക് മടുത്തു പോകും. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫാറ്റ് ലോസ് ചെയ്യാൻ ഇന്ന ഭക്ഷണം എന്നൊരു പ്രത്യേക ഭക്ഷണം ഇല്ല. ഈ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ഫാറ്റ് കുറയും, അങ്ങനെ ഒരു ഭക്ഷണം ഇല്ല. സാലഡ് നല്ലതാണ്, അതുപോലെ നമുക്ക് ഫാറ്റ് ലോസിന് കഴിക്കാൻ പറ്റുന്ന കുറെ ഭക്ഷണങ്ങളുണ്ട്. പക്ഷെ ഒരു ഭക്ഷണം കൊണ്ട് ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റുമെന്ന് എവിടെയും പറയുന്നില്ല. അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ വീക്ക് ഒരു ക്ലയന്റിനെ പരിചയപ്പെട്ടു. അവര് ആയുർവേദിൽ ജോയിൻ ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് സാലഡ് നല്ലതാണെന്ന് അവർക്ക് അറിയാം. അപ്പൊ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സാലഡാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അത് തെറ്റായിട്ടുള്ള ഒരു ഡയറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നും ഒരേ ഫുഡ് കഴിച്ച് വെയിറ്റ് ലോസ് ചെയ്യാന്നുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോഴും ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടത്. എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ലോസ് തുടങ്ങുകയാണ്, അപ്പോൾ 3 നേരം പോയിട്ട് ഡയറ്റ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് 3 ഫുഡുകൾ ഉണ്ടാക്കാൻ നോക്കരുത്. ഒരു ദിവസം തന്നെ 3 ഫുഡ് നമുക്ക് വേണ്ടിയിട്ടും വീട്ടിലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു ഫുഡ് ആവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ക്ഷീണം വരും, നമുക്കിത് മടുക്കാൻ തുടങ്ങും, നമ്മൾ അത് ഉപേക്ഷിച്ചിട്ട് വേറെ വഴിക്ക് പോകും. അപ്പോൾ ഞാൻ പറയുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം തന്നെ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റും. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലേറ്റ് ആണ്. ആ പ്ലേറ്റ് 4 ഭാഗമായി ഭാഗിക്കുക. ഒരു ഭാഗത്ത് റൈസ് എടുക്കുക, അതായത് കാർബോഹൈഡ്രേറ്റ്, മറ്റേ 1/4 ഭാഗത്ത് പ്രോട്ടീൻ എടുക്കുക, ബാക്കി 1/2 ഭാഗത്തും വെജിറ്റബിൾസ് ആണ് കഴിക്കേണ്ടത്. നിങ്ങൾ വീട്ടിലുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഒരു ക്ഷീണവും ഇല്ലാതെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫാറ്റ് ലോസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ല ഒരു നല്ല ഹെൽത്തി ഹാബിറ്റ് ഫിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ആയുർവേദിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ റൂൾ എന്നുള്ളത് 80-20 റൂളാണ്. അതായത് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡിൽ 80% ഹെൽത്തി ഫുഡ് ആയിരിക്കുക, ബാക്കി 20% ഫുഡ് എന്നുള്ളത് നമുക്ക് ഫാൻസി ഫുഡുകൾ കഴിക്കാം. അതായത് കുറച്ച് ഈ ഹെൽത്തി അല്ലാത്ത ഫുഡുകളും നിങ്ങൾക്ക് ഈ ഒരു 20% കഴിക്കാൻ പറ്റും. എന്നാലേ നമുക്കിതൊരു ലോങ് ജേണി ആയിട്ട് ലൈഫ് ലോങ് നമുക്ക് ഈ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. 100% ഹെൽത്തി ഫുഡ് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ ഇതിനിടയ്ക്ക് പാളിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 80-20 റൂള് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഡു നീറ്റ്, NEAT. അതായത് പലർക്കും അറിയാം അല്ലേ, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ 1 മണിക്കൂർ ജിമ്മിൽ പോവും, അല്ലെങ്കിൽ മറ്റു വർക്കൗട്ടുകൾ ചെയ്യും, എന്നിട്ട് ബാക്കിയുള്ള സമയമൊക്കെ റെസ്റ്റ് എടുക്കും. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. നമ്മൾ ഫാറ്റ് ലോസ് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ബാക്കിയുള്ള സമയം കൂടി ആക്റ്റീവായിട്ട് നിലനിൽക്കണം. അതായത് നീറ്റ് എന്ന് പറഞ്ഞാൽ NEAT, അതായത് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ്. ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൂട്ടേണ്ടതുണ്ട്. അതായത് നമ്മൾ കൂടുതൽ മൂവ് ചെയ്യണം. എക്സസൈസ് അല്ലാത്ത സമയത്തും ആക്റ്റീവ് ആയിരിക്കണം. ഉദാഹരണം പറയാം, ഇപ്പൊ നമ്മൾ ഫോണിൽ സംസാരിക്കുകയാണെങ്കിൽ ഇരുന്നിട്ട് സംസാരിക്കാതെ നടന്നിട്ട് സംസാരിക്കുക.
അപ്പോൾ കുറച്ചുകൂടി കാലറി ബേൺ ചെയ്യും. ഒരു ദിവസം ഞാൻ 10,000 സ്റ്റെപ്പ് നടക്കുമെന്ന് നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ വാച്ചിലോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. തുടക്കം ഒരു 3000 സ്റ്റെപ്പിൽ തുടങ്ങിയാൽ മതി. പതുക്കെ പതുക്കെ അത് കൂട്ടിക്കൊണ്ടുവന്നിട്ട് 10,000-ൽ എത്തിച്ചാൽ മതി. നടക്കാൻ ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും ഉപയോഗപ്പെടുത്തുക. കുറച്ച് നമുക്ക് എത്തേണ്ട ഒരു സ്ഥലത്തിന് മുന്നേ നമ്മുടെ 2 വീലറൊക്കെ നമുക്ക് പാർക്ക് ചെയ്തിട്ട് ബാക്കി സ്ഥലത്തേക്ക് നമുക്ക് നടന്നു പോകാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കിച്ചണിലൊക്കെ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ കാഫ് റൈസ് പോലുള്ള ചെറിയ എക്സസൈസുകൾ ചെയ്യാം. ആ കാലിന്റെ ഉപ്പൂറ്റി മാത്രം പൊക്കുന്ന എക്സസൈസ് ആണ് കാഫ് റൈസ് എക്സസൈസുകൾ. ഇത് ഇരുന്നിട്ടും നിന്നിട്ടും ഒക്കെ ചെയ്യാം. അപ്പൊ നിങ്ങൾ വെറുതെ ഇരിക്കുന്നതിന് പകരം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും, കാലറി ബേൺ ചെയ്യാൻ തുടങ്ങും. ഇത് നിങ്ങളെ ഫാറ്റ് ലോസിന് സഹായിക്കും. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ക്ലീൻ ചെയ്യാം, കളിക്കാം, ഏതെങ്കിലും ഒരു ഗെയിം കളിക്കാം, ഗാർഡനിങ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആക്റ്റീവായി നിൽക്കാൻ വേണ്ടിയിട്ടും മൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യാം. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വീഡിയോ എന്നുള്ളത്, നമ്മളിപ്പോ സമയമില്ല, വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല, മൂവ് ചെയ്യാൻ സമയമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകൾ പറയുന്നതാ. അപ്പൊ നമ്മൾ നിന്ന് ജോലിയാണെങ്കിൽ കാഫ് റൈസ് പോലെയുള്ള മോഡിഫൈഡ് എക്സസൈസുകൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി ആ എക്സസൈസുകളെല്ലാം നിങ്ങളെ മസിൽ സ്ട്രെങ്തനിങ്ങിനെയും ഫാറ്റ് ലോസ് ജേണിയും ഒക്കെ സഹായിക്കും. അപ്പോൾ നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് മൂവ് മോർ എന്നാണ്. അതായത് ജിമ്മിൽ ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാത്ത സമയം കൂടി ശരീരം ആക്റ്റീവാക്കി വെക്കുക. ശരീരം അനക്കണമെന്ന് നമുക്കൊരു മൂവ് ചെയ്യണം നമുക്കൊരു ചിന്ത വന്നു തുടങ്ങിയാൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിക്കോളും. എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു വയർപ്പിറ്റുള്ള ഒരു ക്ലൈന്റ് പറഞ്ഞതായിരുന്നു, അവര് മൂവ്മെന്റ് കുറവാന്ന് തോന്നിയപ്പോൾ അവര് വീട്ടിൽ സെവന്റ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരോട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ക്ലീനിങ് ചെയ്ത് തുടങ്ങിയെന്ന്. അങ്ങനെ ശരീരം ഓരോ തരത്തിൽ നിങ്ങൾ മൂവ് ചെയ്യാൻ നോക്കണം. ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം കൂടും, നമ്മുടെ ശരീരത്തിലെ കാലറി കൂടുതൽ ബേൺ ചെയ്യാൻ തുടങ്ങും. അത് ഫാറ്റ് ലോസിനെ സഹായിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ റോൾ എന്ന് പറയുന്നത് ആഡ് പ്രോട്ടീൻ ആണ്. അതായത് പ്രോട്ടീൻ ഉള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. നമ്മുടെ വയറ് ഫുള്ളായ പോലെ തോന്നാനും വിശക്കാതിരിക്കാനും ഒക്കെ ഈ പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സ്നാക്ക് ക്രേവിങ്സിനൊക്കെ കുറയ്ക്കാൻ ഈ പ്രോട്ടീന് നമ്മളെ സഹായിക്കും. ഇത് മസിൽ ഡെവലപ്മെന്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിന് ഇത് സഹായിക്കും. നമ്മുടെ മസിലൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ മസിൽ നമ്മൾ അനങ്ങാതിരിക്കുമ്പോൾ പോലും കാലറി ബേൺ ചെയ്യും. അപ്പോൾ അതൊക്കെ ഫാറ്റ് ബേണിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ കഴിക്കാതെ നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ സ്കിന്നൊക്കെ ലൂസ് ആവാൻ തുടങ്ങും. നമുക്ക് പെട്ടെന്ന് പ്രായമായ പോലെ തോന്നും. അപ്പൊ ഏത് പ്രോട്ടീനാണ് നല്ലത് എന്നുള്ളതൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വെജിറ്റബിൾ പ്രോട്ടീൻ ആയിട്ട് സോയാബീനോ അല്ലെങ്കിൽ കടലയോ പരിപ്പ് വർഗ്ഗങ്ങളോ പയറ് വർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പം കിട്ടുന്ന സസ്യാഹാരങ്ങള് പ്രോട്ടീൻ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ മുട്ട, മീന്, ചിക്കന്, പാല്, തൈര്, ഇതൊക്കെ മികച്ച പ്രോട്ടീൻ സോഴ്സുകളാണ്. ഇതും നിങ്ങൾക്ക് കഴിക്കാം. എപ്പോഴും നേരത്തെയും പറഞ്ഞു, 1/4 പ്ലേറ്റ് എപ്പോഴും പ്രോട്ടീൻ വിളമ്പണം. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെ 3 സമയവും നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടായിരിക്കണം. ഓരോ സമയം വ്യത്യസ്തമായിട്ടുള്ള പ്രോട്ടീൻ തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇപ്പൊ രാവിലെ നിങ്ങൾ ചെറുപയർ കറി ഉണ്ടാക്കിയെങ്കിൽ ഉച്ചയ്ക്ക് അത് മീനാക്കുക. രാത്രി നിങ്ങൾക്ക് സോയാബീൻ ചങ്ക്സ് ഉപയോഗിച്ചിട്ടുള്ള കറി ഉണ്ടാക്കാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് കഴിക്കാൻ നോക്കുക. അപ്പം മടുക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. അത് നിങ്ങളുടെ ഫാറ്റ് ലോസ് ജേണിയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്ത കാര്യം എന്ന് പറയുന്നത്, 4ാമത്തെ കാര്യം എന്നുള്ളത് ഡ്രിങ്ക് വാട്ടർ. അതായത് വെള്ളമില്ലാതെ നമുക്ക് ഫാറ്റ് ലോസ് ഒരിക്കലും പോസിബിൾ ആവില്ല. ഫാറ്റ് ലോസ് ചെയ്യാൻ ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സപ്ലിമെന്റ് ആണ് വെള്ളം എന്നുള്ളത്. നമ്മൾ പലപ്പോഴും വിശപ്പാന്ന് കരുതി ഭക്ഷണം കഴിക്കൂലേ? ചിലപ്പോൾ അത് ദാഹമായിരിക്കും. ശരിയായ അളവിൽ വെള്ളം കുടിച്ചാൽ എന്തൊക്കെ ശരീരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുക? ശരീരത്തിലെ മെറ്റബോളിസം കൂടും. അത് നന്നായിട്ട് നടക്കാൻ അത് സഹായിക്കും. ദഹനം മെച്ചപ്പെടും. ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് നീക്കം ചെയ്യാൻ അത് ശരീരത്തിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഫാറ്റ് ലോസ് ജേർണി വളരെ എളുപ്പത്തിലാക്കും. അപ്പൊ ഒരു ചെറിയ ടിപ്പ് പറയാം കേട്ടോ. ഞാൻ വെള്ളം കുടിക്കാൻ മടിയാണ് അല്ലെങ്കിൽ മറക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 3 വാട്ടർ ബോട്ടിലുകൾ 1 ലിറ്ററിന്റെ ആയിക്കോട്ടെ കേട്ടോ നിറച്ചിട്ട് നിങ്ങൾ കാണുന്ന സ്ഥലത്ത് വെക്കുക.
നിങ്ങൾ ഒരുപാട് സമയം ടേബിളിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ടേബിളിൽ വെച്ചാലും മതി. അങ്ങനെ വീട്ടിൽ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലത്ത് വെക്കുക. അപ്പൊ അത് കണ്ണിൽ പെടുമ്പോഴൊക്കെ അത് നമുക്കൊരു വിഷ്വൽ റിമൈൻഡർ ആയിട്ട് പ്രവർത്തിക്കും. അത് കാണുമ്പോൾ നമുക്ക് തോന്നും, ഓ ഞാൻ വെള്ളം കുടിച്ചില്ലല്ലോ, ആ കുപ്പിയിലെ വെള്ളം അനങ്ങിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ആ വെള്ളം കുടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഫോണിൽ നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വെള്ളത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മുതൽ കറക്റ്റ് ആയിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. ഒരു 25 കിലോ ഉള്ള ആള് 1 ലിറ്റർ എന്ന കണക്കില് നിങ്ങളൊരു 50 കിലോ ഉണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം എല്ലാ ദിവസവും കുടിച്ചിരിക്കണം. ഇനി 5ാമത്തെ ഒരു കാര്യം പറയാം കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ടും വണ്ണം കുറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഉണ്ടാവും, അത് സ്ട്രെസ് ആയിരിക്കും. ഫാറ്റ് ലോസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഡയറ്റും എക്സസൈസും ആയിരിക്കും അല്ലേ? പക്ഷെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടാൻ കാരണമാകുന്ന ഒരു അദൃശ്യമായിട്ടുള്ള ഒരു ശത്രു ഉണ്ട്. അതാരാന്നറിയോ? സ്ട്രെസ് ആണത്. കഴിഞ്ഞ ദിവസം ആയുർവേദിച്ച് ചേർന്ന ഒരു ക്ലയന്റ് എന്നോട് സംസാരിച്ചു കേട്ടോ. അവർ പറഞ്ഞൊരു കാര്യം, ഡോക്ടറെ എനിക്ക് വിശപ്പ് കൊണ്ടല്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, ടെൻഷൻ കൊണ്ടാണെന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും അറിയാം അല്ലെ? അതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഓഫീസിലെ ടെൻഷൻ ഉണ്ട്, വീട്ടിലെ പ്രശ്നങ്ങളുണ്ട്, കുട്ടികളുടെ കാര്യങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ ഒക്കെ നമ്മൾ അറിയാതെ കൈ പോകുന്നത് എവിടേക്കായിരിക്കും എന്നറിയോ? ബിസ്ക്കറ്റിലേക്ക്, ചിപ്സിലേക്ക്, ചോക്ലേറ്റിലേക്ക് അല്ലെ? നമ്മളപ്പോ ഒന്ന് വിചാരിക്കുന്നത് ഒരുപാട് ടെൻഷൻ ഉണ്ട്, ഓ വയ്യ, ക്ഷീണിച്ചു, നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് മനസ്സൊന്ന് മാറ്റാന്നാ വിചാരിക്കുന്നത്. ഇതിനെയാണ് സ്ട്രെസ് ഈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ കൂടുന്നുണ്ട്. കുറച്ച് സമയം ഈ കോർട്ടിസോൾ ഹോർമോണൊക്കെ ഉയർന്നു നിൽക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കുറേ കാലം ഈ സ്ട്രെസ് തുടരുമ്പോൾ ഈ ആളുകളിലൊക്കെ ഇത് കൂടുതൽ കലോറിയുള്ള മധുരവും കൊഴുപ്പും കൂടിയ ഭക്ഷണങ്ങളോടാണ് ആഗ്രഹം കൂടുക. അതുകൊണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കുള്ള കലോറി ഇൻടേക്ക് കൂടും. അതുപോലെ അത് നമ്മുടെ ഫാറ്റ് ലോസ് ജേർണി ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ഡയറ്റ് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മാനസിക ആരോഗ്യം എന്നുള്ളത്. ഇനി ഒരു ചോദ്യം ചോദിക്കാം, ടെൻഷൻ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മളൊരു ഫാറ്റ് ലോസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ ടെൻഷനൊക്കെ എവിടെ പോവാനാ? പക്ഷെ നമുക്ക് ഈ ടെൻഷന് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അതായത് ദിവസം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നടക്കുക, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഡീപ് ബ്രീത്തിങ് ചെയ്യുക. പ്രാണായാമം പോലുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട് കേട്ടോ, വളരെ എഫക്റ്റീവാണ് സ്ട്രെസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് ഒരു 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ആയുർവേദിൽ പല ക്ലയൻസിനായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ്, 12 മണിക്കാണ് ഉറങ്ങുന്നത്, രാത്രി 1 മണിയാവാം ഉറങ്ങാൻ. പലർക്കും പല കാരണം കൊണ്ടാണ്. ചിലർക്ക് മക്കളുടെ കാര്യം കൊണ്ടായിരിക്കും, വേറെ പല സിറ്റുവേഷൻ കൊണ്ടാണ് 1 മണിക്കൊക്കെ ഉറങ്ങുന്നത്. പക്ഷെ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഫാറ്റ് ലോസ് ജേർണിയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ടെൻഷൻ വന്നാൽ ഉടനെ ഫ്രിഡ്ജ് തുറക്കരുത്. പകരം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, ഒരു 10 മിനിറ്റ് കാത്തിരിക്കുക. ശരിക്കും നിങ്ങൾക്ക് വിശപ്പാണോ അതോ ടെൻഷൻ ആണോ എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ശരിക്കുള്ള വിശപ്പാണോ അതോ ടെൻഷൻ ആണോ എന്നുള്ളത്. അപ്പൊ നമ്മുടെ ശരീരം മാറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ശാന്തമാക്കണം. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂലേ? നമ്മുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ കമന്റിൽ പറയണം, നിങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പിന് വേണ്ടിയിട്ടാണോ അതോ സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ളതാണോ എന്ന്. സ്ട്രെസ്സിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ സ്ട്രെസ് എന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. നമുക്ക് നോക്കാം എത്ര പേര് സ്ട്രെസ് ഈറ്റിംഗ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാറ്റ് ലോസ് ജേർണിയിൽ നമ്മൾ ചെയ്യേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചായിരുന്നു. 5 മാജിക് റൂളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യത്തേതെന്ന് പറയുന്നത് ബോറടിക്കാതിരിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക. രണ്ടാമത്തേതെന്ന് പറയുന്നത് എല്ലാ നേരത്തെ ഭക്ഷണത്തിലും ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഉൾപ്പെടുത്തുക. മൂന്നാമത്തേത് ദിവസത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ മൂവ്മെന്റ് കൂട്ടി കൊണ്ടുവരിക. നാലാമത്തേത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അഞ്ചാമത്തേത് സ്ട്രെസ് നിയന്ത്രിക്കുക. ഈ 5 ശീലങ്ങൾ നിങ്ങൾക്ക് ചെറിയതാന്നൊക്കെ തോന്നും, പക്ഷെ ദിവസവും ഇത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ശരീരം തന്നെ പതിയെ മാറാൻ തുടങ്ങും. നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു 7 ദിവസത്തെ ചലഞ്ചൊന്നും അല്ല. ഈ ശീലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈല് മാറ്റുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇത് നിങ്ങൾ 2-3 മാസം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ഫാറ്റ് ലോസ് ഓട്ടോമാറ്റിക്കലി നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സീരീസിലെ ഓരോ വീഡിയോയും, ഈ ഫാറ്റ് ലോസ് സീരീസിലെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് ചെറിയ ചെറിയ ശീലങ്ങളെ പഠിപ്പിച്ചു തരാം. പക്ഷെ ആ ശീലങ്ങൾ നിങ്ങൾ ഒന്നൊന്നായിട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റ് ലോസ് നേടാൻ നിങ്ങളെ സഹായിക്കും. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇപ്പോൾ ജിമ്മിൽ പോകാൻ കഴിയുന്നില്ല, ഒരുപാട് വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറയുന്നവർക്ക് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ എങ്ങനെ മൂവ്മെന്റ് കൂട്ടാന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അങ്ങനെ നമുക്ക് കൂടുതൽ കലോറി ചെലവാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാറ്റ് ലോസിന് ശ്രമിക്കുന്ന ഒരാൾക്ക് നിർബന്ധമായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക്